ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ പാഠമായ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇമെയിൽ അയക്കുന്ന ആക്ടിവിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വായനക്കാരനാണ്, നിങ്ങൾ ഈ ഒരു കഥ വായിക്കുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കഥയെപ്പറ്റി നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ ഒരു കഥയിൽ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇവർ നേടിയെടുത്ത കാര്യങ്ങളിലൊക്കെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഇമെയിൽ അയക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇമെയിലിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ ഇമെയിലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. യു വിഷ് ടു സെൻഡ് ആൻ ഇമെയിൽ ടു Lope, the author of The Toilet, congratulating her on her achievements. Draft the email. അപ്പോൾ ഒരു ഇമെയിൽ അയക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ അയക്കുന്നത്. Lope, അതായത് ഈ ഒരു കഥ എഴുതിയ, ടോയ്ലറ്റ് എന്ന് പറയുന്ന കഥ എഴുതിയ Lopeക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം അവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. അവരുടെ ഈ നേട്ടത്തിൽ അവരെ അഭിനന്ദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ ഒരു മോഡൽ ഇമെയിൽ നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ഇമെയിൽ ആയതുകൊണ്ട് സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റ് കൺഗ്രാജുലേഷൻ ഓൺ യുവർ അമേസിങ് അച്ചീവ്മെന്റ്, നിങ്ങളുടെ മഹത്തായ നേട്ടത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ് അല്ലെങ്കിൽ സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ഡിയർ ജീന Lope, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിങ്ങൾ സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ റീസെൻ്റ്ലി റെഡ് യുവർ സ്റ്റോറി ദ ടോയ്ലറ്റ്, ഞാൻ ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന കഥ വായിക്കാൻ ഇടയായി. ആൻഡ് ഐ വാസ് റിയലി ടച്ച്ഡ് ബൈ ഇറ്റ്, അത് എന്നെ വല്ലാതെ എൻ്റെ മനസ്സിൽ കൊണ്ടു അല്ലെങ്കിൽ എന്നെ സ്പർശിച്ചു എന്നൊക്കെ പറയുകയാണ്. യുവർ സ്റ്റോറി വാസ് സോ പവർഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്, നിങ്ങളുടെ കഥ എന്ന് പറയുന്നത് വളരെ ശക്തവും അതുപോലെ വളരെ രസകരവുമായിട്ടുള്ള കഥയായിരുന്നു. ഇറ്റ് മെയ്ഡ് മീ തിങ്ക് എ ലോട്ട്, ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ കുറേ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് എന്നെ ഒരുപാട് ചിന്തിപ്പിക്കാൻ ഈ ഒരു കഥ പ്രേരിപ്പിച്ചു എന്ന് പറയുകയാണ്. യുവർ വേ ഓഫ് ടെല്ലിങ് സച്ച് ആൻ ഇമോഷണൽ ആൻഡ് ഡീപ്പ് സ്റ്റോറി ഈസ് ട്രൂലി അമേസിങ്. ഇപ്പം നിങ്ങളുടെ ഈ കഥ പറയാനുള്ള ഈ ഒരു കഴിവ്, അത് ഇതുപോലെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥ, അതുപോലെ അഗാധമായ ഡീപ്പായിട്ടുള്ള ഈ ഒരു കഥ പറയാനുള്ള നിങ്ങളുടെ കഴിവ് അഭിനന്ദനാർഹമാണ്. യുവർ സ്റ്റോറി ഷോസ് യുവർ ഗ്രേറ്റ് ടാലൻറ്റ് ആസ് എ റൈറ്റർ ആൻഡ് ഇൻസ്പയർസ് മെനി പീപ്പിൾ ഹു ഫേസ് ചലഞ്ചസ് വൈൽ ഫോളോയിങ് ദെയർ ഡ്രീംസ്. അപ്പോൾ നിങ്ങളുടെ കഥ നിങ്ങളുടെ കഴിവിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ കഥ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായി തീരുകയും ചെയ്യും. കാരണം ഈ കഥയിലെ പ്രധാന കഥാപാത്രം നറേറ്റർ ഒരു ജീവിതത്തിൽ ഒരു എഴുത്തുകാരിയായി മാറണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളെ അവർ നേരിടുന്നു. അവസാനം അവരത് നേടിയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ എന്തായിത്തീരണമെന്നുള്ള ആഗ്രഹം മനസ്സിലുള്ള ആളുകൾ അവർ പല പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഥ അവർക്ക് വളരെ പ്രചോദനകരമായിരിക്കും. ദ സ്ട്രഗിൾസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് യുവർ മെയിൻ ക്യാരക്ടർ റിയലി കണക്റ്റഡ് വിത്ത് മീ. അപ്പോൾ ഇതിലെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ നറേറ്ററുടെ അവസ്ഥയും എൻ്റെ അവസ്ഥയും ഒരുപാട് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാണ്. ഇതിലെ കഥാപാത്രത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യവുമായിട്ടും കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത്. ആൻഡ് ഐ എം ഷുവർ മെനി അതേഴ്സ് ഫെൽറ്റ് ദ സെയിം വേ. ഇതുപോലെ തന്നെ ഇത് വായിക്കുന്ന പലർക്കും തോന്നാം, ഇത് എന്നെ പറ്റിയാണല്ലോ ഇതിൽ പറയുന്നത്, അല്ലെ എൻ്റെ കഥയുടെ ചില ഭാഗങ്ങളും ഇതിലുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. ഐ വാണ്ടഡ് ടു സേ ബിഗ് കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ ഫെൻറ്റാസ്റ്റിക് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ ഈ വലിയ നേട്ടത്തിൽ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. യുവർ ഹാർഡ് വർക്ക് ആൻഡ് ബ്രേവറി, നിങ്ങളുടെ ധൈര്യവും അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനവും ടു ഷെയർ സച്ച് എ പേഴ്സണൽ മീനിങ് സ്റ്റോറി ആർ റിയലി ഇൻസ്പയറിംഗ്, വളരെ അധികം എന്നെ ആകർഷിക്കുന്നു. അത് എനിക്ക് പ്രചോദനമായി തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു കഥ The toilet shows how great you are at telling stories and your commitment to sharing important experiences. അപ്പോൾ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ എന്തായിത്തീരണം എന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ എയിം അല്ലെങ്കിൽ ഗോൾ, അതിനുവേണ്ടി നിങ്ങൾ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു. താങ്ക്സ് ഫോർ യുവർ ഷെയറിങ് യുവർ ടാലൻറ്റ് വിത്ത് ദ വേൾഡ്. അപ്പോൾ നിങ്ങളുടെ ഈ കഴിവ് ലോകത്തിന് മുമ്പിൽ നിങ്ങൾ തുറന്നു കാണിച്ചിരിക്കുകയാണ്. ആൻഡ് മേക്കിംഗ് ദ ലിറ്റററി വേൾഡ് റിച്ചർ വിത്ത് യുവർ യുണീക്ക് വ്യൂ. ഇപ്പോൾ നിങ്ങളുടേതായ ഈ പ്രത്യേക കാഴ്ചപ്പാട് ഈ സാഹിത്യ ലോകത്തിന് വലിയൊരു സംഭാവനയായിരിക്കുകയാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് മോർ ഓഫ് യുവർ വർക്ക്. അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ കൂടുതൽ വർക്കുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് സെലിബ്രേറ്റിംഗ് മോർ ഓഫ് യുവർ സക്സസ്, അതുപോലെ നിങ്ങളുടെ വിജയം
ഇനിയും വിജയിക്കട്ടെ, കൂടുതൽ വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഇമെയിൽ അവസാനിപ്പിക്കാം. ബെസ്റ്റ് വിഷസ്. അതിൻ്റെ താഴെ നിങ്ങളുടെ പേര് തന്നെ അവിടെ എഴുതാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു മെയിൽ ആസ് എ റീഡർ ഓഫ് ദിസ് സ്റ്റോറി നമുക്ക് എം ലോപ്പയ്ക്ക് അയക്കാനുള്ള ഒരു ഇമെയിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.